ഇല്ലിക്കല്ല് നമ്മുടെ നാടിന് ഭീഷണിയാണോ? ഇല്ല, ഇവിടെ ഭീഷണിയൊന്നുമില്ല. ഇല്ലല്ലേ? അപ്പൊ ഈ ഇടയ്ക്കൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭീഷണിയൊന്നുമില്ല. 5 കോടിയാർ അങ്ങോട്ടോ പോകും ഇങ്ങോട്ടോ പോകും നമുക്കൊന്നും പറയാൻ പറ്റിയല്ല. ഭീഷണി ഇതുവരെ ഭീഷണി ഞാൻ ജനിച്ചു കൊടുക്കുന്നില്ല. നമുക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. താഴേന്ന് കയറി വന്ന ഇവിടുത്തെ ഓൾഡ് മങ്കൊമ്പ് CSI ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതേ ഇല്ലിക്കലിന്റെ താഴ്ഭാഗത്തുള്ള 5 കോടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോണത് കോട്ടയം ജില്ലയിലെ മൂന്നില് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 5 കോടിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഈ മനോഹരമായ സ്ഥലത്തിന്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ളോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ മൂന്നില് ടൗണിൽ നിന്ന് ഇല്ലിക്കല്ല് പോകുന്ന വഴിക്ക് യാത്ര ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല റോഡാണ്. ഇരു സൈഡുകളിലും വീടുകളും കടകളും അതുപോലെ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ മങ്കൊമ്പ് ക്ഷേത്രമാണ്. അതിനുശേഷം നമ്മൾ ഓൾഡ് മങ്കൊമ്പ് CSI ചർച്ചും അതുപോലെ 5 കോടിയാർ എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ നരിമറ്റം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ക്ഷേത്രമൊക്കെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ വഴിക്കൊന്ന് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ മൂന്നില് നിന്ന് ഇല്ലിക്കല്ല് പോകുന്ന വഴിക്ക് കയറി വന്നിരിക്കുകയാണ് മങ്കൊമ്പ് എന്ന ക്ഷേത്രം കാണാൻ വേണ്ടി. അപ്പോൾ നമുക്കിവിടെ ഹോളി ഇമ്മാനുവൽ CSI ചർച്ച് പെയിൻറ്റർ വാലി എന്ന് പറഞ്ഞ ഒരു പള്ളി 1924 സ്ഥാപിച്ച ഒരു CSI ദേവാലയമാണിത്. അങ്ങനെ നമ്മൾ പെയിൻറ്റർ വാലി CSI പള്ളി കണ്ടതിന് ശേഷം നമ്മൾ മങ്കൊമ്പ് ലക്ഷ്യമാക്കി എത്തുകയാണ്. ഈ വഴിക്ക് പോയാൽ നമുക്ക് ഇല്ലിക്കല്ലിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പം ആ വഴിക്കുള്ള യാത്രയിലാണ്. ഒരു സൈഡ് റബ്ബർ തോട്ടങ്ങളും മറു സൈഡ് ഒരു താഴ്വര എന്ന രീതിയിലുള്ള പ്രദേശങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല റോഡാണ്. എന്തായാലും റോഡിൽ കൂടെയുള്ള യാത്ര അതിമനോഹരമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. കയറ്റിറക്കങ്ങളോട് കൂടിയ വഴികളാണ്. അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് നല്ല തലയെടുപ്പോടെ ഇല്ലിക്കൽ നിൽക്കുന്നതിൻ്റെ നമുക്ക് കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ ഇതേ നമ്മൾ മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കലിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കും. മങ്കൊമ്പ് ക്ഷേത്രത്തിലെ പുറമേ നിന്നുള്ള കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ മങ്കൊമ്പ് ജംഗ്ഷനിലെത്തിയേ. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കുള്ള വഴിയാണ് അപ്പർ മങ്കൊമ്പ് 5 കോടിയാർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. ആ ബസ് കിടക്കുന്ന വഴിയിലൂടെ മുമ്പോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് ചോവൂര് തലനാടൊക്കെ പോകാൻ സാധിക്കും. പഴയ രീതിയിലും പുതിയ രീതിയിലുള്ള കുറച്ച് കടകളൊക്കെ നമുക്ക് ഈ ജംഗ്ഷനിൽ കാണാൻ സാധിക്കും. ഏത് ഗ്രാമീണ പ്രദേശത്തേക്ക് എന്നാലും നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ് അവിടുത്തെ ചെറിയ ചെറിയ തോടുകൾ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നമ്മൾ ഒരു തോട് കണ്ടു കേട്ടോ. നല്ല ശാന്തമായി പതഞ്ഞൊഴുകുന്ന ചെറിയൊരു തോട്. അപ്പോൾ ഇതേ നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണിതേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്രൈസ്റ്റ് ചർച്ച് മങ്കൊമ്പ് പള്ളി നമുക്ക് കാണാവേ. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ പോയാലാണ് നമുക്ക് 5 കോടിയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കൊരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാവേ. ഈ വഴിക്കൊക്കെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ആയിട്ട് ബസ് സർവീസ് ഉണ്ട്. രണ്ട് ബസ് സർവീസ് ഉണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് 5 കോടിയാർ എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട്. അങ്ങനെ നമ്മൾ 5 കോടിയാർ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ സർവീസ് നടത്തുന്ന ഒരു ബസ് ദേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ട്രിപ്പ് പോകാനായിട്ട് ബസ് തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദേ ഇല്ലിക്കലിൻ്റെ താഴ്ഭാഗത്തുള്ള 5 കോടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വഴി ഇവിടെ കൊണ്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല വണ്ടി കൊണ്ട്. നടന്നു പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ സൂര്യകാന്തി പൂ പോലെ ഒരു വലിയൊരു പൂ നമുക്കിവിടെ കാണാവേ. കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ഓലി പോലെ കാണാവേ. കണ്ടോ, നല്ല ശുദ്ധജലം. അപ്പം ഈ സ്ഥലത്തിൻ്റെ പേരാണ് 5 കോടിയാർ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഈ പാലത്തിൻ്റെ അടുത്ത് അത്യാവശ്യം വലിയൊരു പാറ കാണാം. ഉണ്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടം. ഈ വഴിക്ക് കോൺക്രീറ്റ് ആട്ടോ, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ വഴിക്ക് അങ്ങനെ അധികം യാത്ര ചെയ്യത്തില്ല. അത് പോവുകയാണെങ്കിൽ നമുക്കൊരു വ്യൂ പോയിന്റ് ഒക്കെ കാണാം കേട്ടോ. അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ മലമുകളിലെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 5 കോടിയാറിലെ മനോഹരമായ കാഴ്ചകൾ. ചേട്ടാ പേരെന്നായിരുന്നു? NG കൃഷ്ണൻകുട്ടി. NG കൃഷ്ണൻകുട്ടി. അപ്പോൾ ചേട്ടൻ ഈ 5 കോടിയാർ നിവാസിയല്ലേ? അതെ അതെ. അപ്പോൾ ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെ. അപ്പോൾ നമ്മുടെ ഈ 5 കോടിയാറിനെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ എങ്ങനെയാ, എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവും? ഇവിടെ ഒരു 300 കുടുംബക്കാരുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ അന്ന് ഒരേ ബസ് ഇതാ അല്ലേ? ഇത് സർവീസ് ഒക്കെ എപ്പോഴാ? ഇത് രാവിലെ 7:10. ഇപ്പം 2 മണിക്ക് എടുക്കും.
പിന്നെ ഇത് 7 നേരെ എങ്ങോട്ടാ പോകുന്നത്? ഇനി കോട്ടയത്തിനാണോ? കോട്ടയം. കോട്ടയത്തിന് ആ. വൈകിട്ട് വരികയല്ലേ? വൈകിട്ട് 7:25 ഇവിടെ വരും. അതല്ലേ, ഇവിടെ സ്റ്റേ അല്ലേ? Stay. അപ്പൊ ഇതാണ് ഇവിടെ സർവീസ് നടത്തുന്ന ചെന്നിക്കര ബസ് അല്ലേ? ഓ. അപ്പൊ ഇത് അടുത്തൊരു പള്ളിയില്ലേ? രണ്ട് ഇവിടെ പള്ളി നിന്ന് 200 മീറ്റർ അപ്പുറത്തെ പള്ളി. അപ്പുറം CSI പള്ളിയുണ്ട്. അതിന്റെ അപ്പുറത്ത് വേറൊരു പള്ളി കൂടെ ഉണ്ടല്ലേ? പഴയ ഓൾഡ് മങ്കൊമ്പ്. ഓൾഡ് പൊങ്ങുമ്പോ അവിടെ നിന്ന് ഒരു 300 മീറ്റർ ടോപ്പില്. അപ്പൊ ഇതാണ്. ഇതേതാ? മൂന്നില പഞ്ചായത്ത്. മൂന്നില വില്ലേജ്, മൂന്നില പഞ്ചായത്ത്, കോട്ടയം ജില്ല. ഇങ്ങനെ മഴക്കാലത്ത് എങ്ങനെയുണ്ട്? മഴയൊക്കെ നല്ല മഴ, കുഴപ്പമില്ല. സീനറി വെള്ളം നല്ല ഇവിടെ ഈ വെള്ളച്ചാട്ടം എവിടെയാ? ഇവിടെ ഉണ്ടോ? വെള്ളച്ചാട്ടം തോട് തന്നെ. മഴ പെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വെള്ളച്ചാട്ടമൊന്നുമില്ല. ഈ ഇലുക്കിക്കല്ല് നമ്മുടെ നാടിന് ഭീഷണിയാണോ? ഇല്ല, ഇവിടെ ഭീഷണിയൊന്നുമില്ല. ഇല്ലല്ലേ? അപ്പൊ ഈ ഇടയ്ക്കൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭീഷണിയൊന്നുമില്ല. അഞ്ചുകൂടിയാർ അങ്ങോട്ടോ പോകും ഇങ്ങോട്ടോ പോകും നമുക്കൊന്നും പറയാൻ പറ്റിയല്ല. ഭീഷണി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഭീഷണി ഞാൻ ജനിച്ചു കൊടുക്കില്ല. നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ മെയിനായിട്ട് കൃഷിയാണോ? 100 വർഷമായിട്ട് താമസമായി. 100 വർഷമായിട്ട് ആൾക്കാർ താമസിക്കുന്നത്. മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് റബ്ബർ കൃഷിയാണോ? റബ്ബർ, കാപ്പി, ഏലം എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? കവുങ്ങ്, തെങ്ങ്, മുളക്, ഇതെല്ലാം കൂടെ കൂടിയാണ് നമ്മുടെ അഞ്ചുകൂടിയാർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ചേട്ടൻ ഈ വഴിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ആളാന്ന് ഇവിടെ പറഞ്ഞിട്ട് ശരിയല്ലേ? ചേട്ടന് കാലയിലൊക്കെ വിരലൊക്കെ കുറവാന്ന് അതിന് കാരണം എന്നായിരിക്കും പറഞ്ഞു? കല്ലുവടി കവല നിറയെ അയച്ചപ്പം രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി കേട്ടോ. അത് കഴിഞ്ഞാൽ മരിക്കുന്ന ചേട്ടായുടെ കാലം. 35 വർഷം. എത്ര വർഷമായി വഴിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട്? അത് 35 വർഷം വെച്ച് 37 വർഷമായി. ബസ് ഇങ്ങോട്ട് കയറി വരുന്നില്ല? നവംബർ 1-ാം തീയതി ഉണ്ടായിരുന്നു. ആ ബസ് തിരിച്ച് കയറി വരില്ലായിരുന്നു. അതിനുവേണ്ടി എക്സ്ട്രാ അവർക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് ഞങ്ങൾ എടുത്തതായിരുന്നു. അഞ്ചുകുടിയാർ നമ്മൾ വീണ്ടും പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ടോ. അവിടെ നിന്ന് വലത്തേക്ക് കാണുന്ന വഴിയിലൂടെ നമ്മൾ പഴയ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഈ വഴിക്ക് നമുക്ക് കയറി പോകണം കേട്ടോ, ഓൾഡ് മങ്കൊമ്പ് ചർച്ചിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് CMS ഈസ്റ്റ് കേരള മഹായിടവയുടെ ഒരു CMS UP സ്കൂൾ കാണാവേ. ഓൾഡ് മങ്കൊമ്പ് ചർച്ചിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടാണ് പഴയ രീതിയിലുള്ള തട്ടിയുള്ളൊരു കട. ഇതൊക്കെ അടച്ചു പൂട്ടിയതാണെന്ന് തോന്നുന്നു, കടയായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. റോഡ് വളരെ മോശമാണ്, കോൺക്രീറ്റ് വഴിയാണ്. നമ്മളിങ്ങനെ ഗട്ടറിൽ കൂടെ കയറി സോളിങ്ങിൽ കൂടെ കയറി ഇറങ്ങിയാണ് മേളിലോട്ട് പോകുന്നത് കേട്ടോ. വഴിയെല്ലാം ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഉടനെ തന്നെ ശരിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഏകദേശം നമ്മൾ പള്ളിയുടെ അടുത്തെത്താറായിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വളരെ മനോഹരമായ കുറേ മലകളുടെ കാഴ്ചകൾ കാണാവേ. അങ്ങനെ നമ്മൾ ഓൾഡ് മങ്കൊമ്പ് ചർച്ചിൻ്റെ അടുത്തെത്താറായിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ബോർഡ് കാണാവേ. വഴിയിലൂടെയാണ് നമ്മൾ ഈ CSI പള്ളിയിലേക്ക് പോകുന്നത്. പക്ഷേ റോഡ് ബ്ലോക്കാണ്, തടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ചെല്ലാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, എന്തായാലും പോയി നോക്കാം. നമ്മൾ താഴേന്ന് കയറി വന്ന ഇവിടുത്തെ ഓൾഡ് മങ്കൊമ്പ് CSI ദേവാലയത്തിലെത്തിയിരിക്കുകയാണ്. പൗരാണിക ശൈലി നിർമ്മിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണിത്. ദേവാലയത്തിന് തൊട്ട് ചേർന്ന് ഇവിടെ ഒരു കെട്ടിടം കാണാം. എന്നാലും വളരെ മനോഹരമായൊരു സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ അറിഞ്ഞൊരു സ്ഥലമാണ് അഞ്ചുകുടിയാർ. അങ്ങനെ ഈ സ്ഥലത്തൊക്കെ എത്താൻ പറ്റി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മലനിരകളുടെയൊക്കെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. പള്ളിയോട് ചേർന്ന് തന്നെ ഓടിട്ടൊരു പഴയ കെട്ടിടം കാണാവേ. പള്ളിയുടെ പാരിഷ് ഹാളാണിത്. പിന്നെ തൊട്ടടുത്തായിട്ട് അച്ഛൻ താമസിക്കുന്ന പഴയൊരു കെട്ടിടവും കാണാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ അഞ്ചുകുടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളും. നമ്മൾ അഞ്ചുകുടിയാർ സ്ഥലത്തെ ബസ് സർവീസും അതുപോലെ ഇവിടെയുള്ള ഓൾഡ് മങ്കൊമ്പ് ചർച്ച്, അതുപോലെ ന്യൂ മങ്കൊമ്പ് ചർച്ച് ഒക്കെ കാണുകയും ഇവിടേക്ക് എത്തിപ്പെടാനൊക്കെ സാധിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ സാധിക്കുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.